കലാപമുണ്ടാക്കുന്ന തരത്തിൽ സമൂഹമാധ്യമങ്ങളിൽ പ്രചരണം നടത്തിയതിന് കാസർഗോഡ് മുസ്ലിം ലീഗ് വനിതാ നേതാവ് നഫീസത്ത് നാസറിനെതിരെ പോലീസ് കേസെടുത്തു. ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്ത് 2ാം വാർഡ് UDF സ്ഥാനാർത്ഥിയായിരുന്നു നഫീസത്ത് നാസർ. കൂടുതൽ വിവരങ്ങളുമായി സിജു കണ്ണൻ ചേരുന്നുണ്ട്. സിജു കണ്ണൻ, തെരഞ്ഞെടുപ്പിനിടെയാണ് ഇത്തരത്തിൽ ഒരു കലാപാഹ്വാനം നടത്തിയിരിക്കുന്നത്. എന്താണ് ഇപ്പോൾ കിട്ടിയ കൂടുതൽ വിവരങ്ങൾ എന്താണ്? മുസ്ലിം ലീഗിന്റെ വനിതാ നേതാവും ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്ത് 2ാം വാർഡിലെ UDF സ്ഥാനാർത്ഥിയുമായിരുന്ന നഫീസത്ത് നാസറിനെതിരെയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. ചന്തേര പോലീസാണ് കേസെടുത്തത്. സമൂഹത്തിൽ കലാപമുണ്ടാക്കി സമാധാനാന്തരീക്ഷം തകർക്കാൻ ശ്രമിച്ചു എന്ന വകുപ്പുകൾ ചുമത്തിയാണ് നിലവിൽ കേസെടുത്തിരിക്കുന്നത്. 13ാം തീയതി വോട്ടെണ്ണൽ ദിവസം വൈകുന്നേരത്തോടുകൂടി തെറ്റിദ്ധാരണ പരത്തുന്ന രീതിയിലൊരു സന്ദേശം നഫീസത്ത് നാസർ വാട്സാപ്പിൽ പ്രചരിപ്പിച്ചിരുന്നു. വോട്ടെണ്ണലിന്റെ പിന്നാലെ ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്തിൽ വിജയിച്ച സ്ഥാനാർത്ഥികളുമായി LDF ഒരു വിജയാഹ്ലാദ പ്രകടനം നടത്തുമ്പോൾ മടക്കരയിൽ വെച്ച് മുസ്ലിം ലീഗ് പ്രവർത്തകർ ആക്രമിച്ചിരുന്നു. ഇതേ തുടർന്ന് ആ പ്രദേശത്ത് സംഘർഷം ഉടലെടുത്തിരുന്നു. ഇതിനിടെ നഫീസത്ത് നാസർ തുരുത്തിയിലെ പള്ളി ആക്രമിച്ചു എന്ന തരത്തിൽ വ്യാജ പ്രചരണം നടത്തുകയായിരുന്നു. ഇത് വലിയ രീതിയിലുള്ള ആശങ്ക സമൂഹത്തിൽ ഉണ്ടാക്കിയ ഒരു സംഭവമാണ്. ഇതിനെതിരെ തുരുത്തി ജമാഅത്ത് കമ്മിറ്റി തന്നെ രംഗത്ത് വന്നിരുന്നു. തുരുത്തി ജമാഅത്ത് കമ്മിറ്റി ജനറൽ സെക്രട്ടറി ഇത് തെറ്റിദ്ധാരണ പരത്തുന്ന പരാമർശമാണ്, ഇത്തരം വ്യാജ പ്രചരണത്തിൽ നിന്ന് എല്ലാവരും പിന്മാറണമെന്ന് പറഞ്ഞുകൊണ്ട് തുരുത്തി ജമാഅത്ത് കമ്മിറ്റിക്ക് തന്നെ രംഗത്ത് വരേണ്ട ഒരു സാഹചര്യമുണ്ടായി. ഇതിനെതിരെയാണ് ഇപ്പോൾ ചന്തേര പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തിരിക്കുന്നത്. കലാപമുണ്ടാക്കി സമൂഹത്തിൽ സമാധാനാന്തരീക്ഷം തകർക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി നടത്തിയ വ്യാജ പ്രചരണത്തിനെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്.